ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിലെ 17-ാം അധ്യായത്തിലെ 28-ാം തിരുവചനം വായിക്കാം. എന്തെന്നാൽ അവിടുന്ന് നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു, നാം അവിടുത്തെ സന്താനങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. പാളിച്ചകൾ സംഭവിക്കാതിരിക്കാൻ ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. നാം എവിടെ നിന്ന് വരുന്നു? 2 മക്ബായരുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 22 തൊട്ട് 23 തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അമ്മ 4 മക്കളെയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മോനോട് പറയുകയാണെന്നൊരു വാക്യമാണത്. ആ മക്ബായരുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു തീക്ഷ്ണമായ ഒരു വാക്യമാണത്. അമ്മ പറയുകയാണ്, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടു എന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭമൊരുക്കുകയും ചെയ്ത ലോകസൃഷ്ടാവാണ് അവ ചെയ്തത്. ഞാൻ ഗർഭം ധരിച്ചു, പക്ഷേ എൻ്റെ ഉള്ളിൽ ജീവൻ എങ്ങനെ വന്നു, അല്ലെങ്കിൽ അവയവങ്ങൾ എങ്ങനെ വാർത്തെടുത്തു എന്നൊന്നും എനിക്കറിയില്ല. ഒരു അമ്മ പറയുകയാണ്. അതുകൊണ്ട് മോനെ, നീ ധൈര്യമായിട്ട് പോയി മരിക്ക് ദൈവത്തിന് വേണ്ടി എന്നുള്ളൊരു വളരെ താക്കീതും ഒരു അരൂപി നിറഞ്ഞൊരു വാക്കുമായിട്ട് 2 മക്ബായരുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ വായിച്ചു കേട്ടുന്ന അവിടുന്ന് നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു, നാം അവിടുത്തെ സന്താനങ്ങളാണ്. ദൈവമാണ് നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും ചെയ്തത്. ഏശയ്യായുടെ പുസ്തകത്തിൽ 44-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിൽ പറയുകയാണ്, നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും ചെയ്തത് കർത്താവാണ്. ദൈവമാണ് നിനക്ക് രൂപം നൽകിയത്. നാം ദൈവത്തിൽ നിന്നാണ് ജന്മം സ്വീകരിച്ചത്. നമ്മുടെ ജീവന് കാരണം ദൈവമാണ്. പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഇച്ഛയിൽ നിന്നല്ല, മറിച്ച് നിനക്ക് രൂപം നൽകിയത് ഞാനായി ദൈവമാണ്. ജെറമിയ 1:5 പറയുന്നുണ്ട്, വീണ്ടും പറയുന്നു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ചിലർ ദൈവമില്ല എന്ന് പറയുന്നു. ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലിരുന്ന് അമ്മയില്ല എന്ന് പറയുന്നത് പോലെയാണ് ചിലർ ദൈവമില്ല എന്ന് പറയുന്നത്. സത്യത്തിൽ അമ്മ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്. എന്നിട്ട് പറയുകയാണ് ദൈവമില്ല. കൈയൊന്ന് പിൻവലിച്ചാൽ താഴെ വീഴുന്നുള്ള കാര്യം വേറെ സത്യമാണ്. പക്ഷെ അത് തിരിച്ചറിവില്ല, ജ്ഞാനമില്ല. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കുന്നവരായ നമുക്ക് നാം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചിന്തിക്കണം. ലക്ഷ്യം തെറ്റാതെ നാം സൃഷ്ടാവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുവാൻ സഭാപ്രസംഗകൻ 12:1 പറയുന്നു, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് യൗവനകാലത്ത് നീ നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക. എല്ലാവരും എപ്പോഴാണ് ദൈവത്തെ ചെറുപ്പകാലത്ത് തോന്നിയ വല്ലതും ജീവിച്ചിട്ട് വയസ്സാകുമ്പോൾ ഇനി പോവാറായി എന്ന് മനസ്സിലാകുമ്പോൾ ദൈവത്തെ സ്മരിക്കാനായിട്ടല്ല പറയുന്നത്. നിന്റെ യൗവനകാലത്ത് നീ കർത്താവിനെ സ്മരിക്കുക, സൃഷ്ടാവിനെ ഓർക്കുക, അങ്ങയുടെ നീതി കിരീടം കരസ്ഥമാക്കുക. ഇതാണ് നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം. അത് മറന്നു പോകരുത്. 2 തിമോത്തിയോസ് 4:7-8 പറയുന്നുണ്ട്, ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. ഞാൻ ഓടിയാൽ മാത്രമാണ് എനിക്ക് കിരീടം. ഞാൻ നന്നായി ഓടി, ഞാൻ നന്നായി പൊരുതി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം ഞാൻ എന്ത് ചെയ്തു? കാത്തു. എനിക്ക് നൽകിയിരിക്കുന്ന വിശ്വാസം ഞാൻ കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിൽ 20:24 പറയണേ, നമ്മുടെ ഓട്ടത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് പറയുന്നു. മാത്രമല്ല നമ്മുടെ ദൗത്യം നാം നിറവേറ്റുവാനാണെന്ന് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു.
ക്രിസ്തുവാകുന്ന സമ്മാനത്തിന് വേണ്ടി ഓടേണ്ടവരാണ് നമ്മൾ എന്നും. അതിനു വേണ്ടുന്ന സമ്മാനത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും ഓടണം. എന്ത് കിട്ടാനായിട്ട്? ക്രിസ്തുവാകുന്ന വലിയ സമ്മാനം ലഭിക്കാൻ വേണ്ടി നമ്മൾ ഓടണം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നും അല്ലാണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ അല്ലെന്നും നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അന്തരീക്ഷത്തെ ആത്മരക്ഷയാണെന്നുള്ള, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണെന്നുള്ള സത്യം നമ്മൾ വിവേചിച്ചറിയണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആത്മരക്ഷ, അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? വചനം നമ്മളോട് പറയുന്നുണ്ട്. യേശുവിന് ലക്ഷ്യം വ്യക്തമായിരുന്നു. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖർ, നിയമജ്ഞര് എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ലൂക്കയുടെ പുസ്തകത്തിലെ 9-22 പറയാണ്. ഇതെല്ലാം കർത്താവിന് അറിയുന്ന കാര്യങ്ങളാണ്. യേശു തന്നെ കുരിശ് മുന്നിൽ കണ്ടവനാണ്. ലൂക്ക 18-32 തന്നെ പറയുന്നു. വിശുദ്ധ പൗലോസിലേക്ക് തൻ്റെ ലക്ഷ്യത്തെപ്പറ്റി വ്യക്തമായി അറിയാമായിരുന്നു. യേശു ക്രിസ്തു വിശുദ്ധ പൗലോസിനോട് പറഞ്ഞു, അങ്ങ് ദൂരെ വിജാതീയരുടെ അടുത്തേക്ക് ഞാൻ നിന്നെ അയക്കും. അപ്പോസ്തലന്മാരുടെ 22:11 പറയാണ്, അങ്ങ് ദൂരെ വിജാതീയരുടെ അടുക്കിലേക്ക് നിന്നെ ഞാൻ അയക്കും. എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. തൻ്റെ ദൗത്യത്തെക്കുറിച്ചും അതിനുവേണ്ടി ഞാൻ സഹിക്കേണ്ടി വരുമെന്നും വിശുദ്ധ പൗലോസിന് അറിയാമായിരുന്നു. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. എൻ്റെ ജീവൻ ഏതെങ്കിലും തരത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്മാരുടെ പുസ്തകം 20-23 പറഞ്ഞ വാചനമാണ് ഞാൻ വായിച്ചത്. എൻ്റെ ജീവൻ വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. ആരെ പ്രതി? യേശുവിനെ പ്രതി. പറയുമ്പോഴവരെ ഈ ജീവിതം ഒന്നും തന്നെയല്ല. നശ്വരമായ ജീവിതത്തിൽ അനശ്വരമായ ജീവിതം നേടാൻ വേണ്ടിയുള്ള ഈ നശ്വരമായ ജീവിതത്തിൽ എന്തൊക്കെയോ കാണിച്ചു കൂടുന്നു, അത്രമാത്രം. നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഓടണം. അത് നമ്മുടെ ആത്മരക്ഷയാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. മരണശേഷം നമ്മളെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ലക്ഷ്യം വയ്ക്കാത്തവൻ അസ്വസ്ഥരായി മാറാം. ജോസഫ് സ്റ്റാലിൻ്റെ ജീവിതം അതിന് ഉദാഹരണമാണ്. റഷ്യയിലെ ഏറ്റവും വലിയ നേതാവായിരുന്നു അദ്ദേഹം. ആദ്യം ചെറുപ്പത്തിൽ അദ്ദേഹം വൈദികനാകാൻ ശ്രമിച്ചു. പിന്നീട് ഒരു നിരീശ്വരവാദിയായിട്ട് തീർന്നു. ഇന്ന് പല വ്യക്തികളും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കണ്ടുകാരാം. വൈദികരായതിന് ശേഷം നിരീശ്വരവാദികളായ വ്യക്തികളെ എനിക്കറിയാം. വൈദികരായി പഠിക്കാൻ ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നവർ ഒരു കാലത്ത് ദൈവത്തെ ഉപേക്ഷിച്ച് നിരീശ്വരവാദികളായ വ്യക്തികളുണ്ട്. പ്രിയമുള്ളവരെ, ഇതെല്ലാം പൈശാചികമായ ഇടപെടലുകളാണ്. അതിൽ നമ്മൾ കീഴ്പ്പെട്ടു പോവുകയാണ് സത്യം. അപ്പോൾ ഇവിടെ ജോസഫ് സ്റ്റാലിൻ ഭയങ്കര നിരീശ്വരവാദിയായി തീർന്നു. മരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം ഭയന്ന് വിറച്ചു. ഇത് മാറിക്കിട്ടുവാൻ അദ്ദേഹം പല ഡോക്ടർമാരെ കണ്ടു. ഒടുവിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അതായത് മരണം സന്തോഷത്തോടെ അഭിമുഖീകരിക്കാൻ വരുന്ന പൗലോസ്ലീഹയെ പോലെ മറ്റുള്ളവരെ പോലെയോ അത് സന്തോഷമാണ്. എന്താണ് സന്തോഷം? ഞാൻ ക്രിസ്തുവിലേക്ക് എത്രയും പെട്ടെന്ന് പോവുക, ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോവുക എന്നുള്ള തിരിച്ചറിവ്, ആ വലിയ സന്തോഷം എത്ര പേർക്കുണ്ടെന്ന് ലോകത്തിൽ വിട്ടുപോകാൻ എത്ര അവസാന നിമിഷത്തിൽ പോലും ഭൗതികമായ സമ്പാദ്യത്തെക്കുറിച്ചുള്ള ചിന്തയാൽ മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നീ നിന്റെ യൗവനത്തിൽ ഓർക്കുക, ഒന്നിലും സന്തോഷം തോന്നില്ലെന്ന് നീ പറയുന്ന ദുർദിനങ്ങളിലും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. ഒരിക്കല് ഡൊമിനിക് സാവി, നിങ്ങളൊരു പക്ഷേ കേട്ടതായിരിക്കാം, ഡൊമിനിക് സാവിയും കൂട്ടുകാരും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോൺ ബോസ്കോ അവരോട് ചോദിച്ചു, ഏതാനും മിനിറ്റുകൾക്കോളം നിങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് കരുതുക, നിങ്ങൾ എന്ത് ചെയ്യും? പല കുട്ടികളും പറഞ്ഞു മരിക്കാൻ പ്രാർത്ഥിച്ചൊരുങ്ങും. ചിലർ പറഞ്ഞു വീട്ടിൽ പോയി അമ്മയെ കാണും. എന്നാൽ ഡൊമിനിക് പറഞ്ഞു, ഞാൻ കളി തുടരും. അവൻ മരിക്കാൻ ഒരുക്കമായിരുന്നു. യേശു പറഞ്ഞല്ലോ, എപ്പോഴും ഒരുങ്ങിയിരിക്കുക. ലക്ഷ്യമറിഞ്ഞ് ജീവിക്കുന്നവർക്ക് മരണത്തെ ഭയമില്ല. കർത്താവിൻ്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ല് കരിയുകയും
പുഷ്പം വാടിപ്പോവുകയും ചെയ്യും. മനുഷ്യൻ പുല്ലിന് സമമാണ്. വചനം പറയുന്നതാണ്, കർത്താവിൻ്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ല് കരിയുകയും പുഷ്പം വാടിപ്പോവുകയും ചെയ്യും. മനുഷ്യൻ പുല്ല് മാത്രമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ദൈവം തന്ന ദാനമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ജീവിതം ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ആത്മരക്ഷയാണ് ഏറ്റവും പരമപ്രധാനമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിനെ നമ്മൾ വിട്ടുകൊടുക്കുക. അമ്മ മക്കളോട് പറഞ്ഞ വചനം പോലെ 2 മക്വായറിൽ നമ്മൾ വായിച്ചു കേട്ടു, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് രൂപം നൽകിയതോ നിങ്ങൾക്ക് അവയവങ്ങൾ നൽകിയതോ ഇതൊന്നും തന്നെ ഞാനല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവനും നമ്മുടെ ഈ അവയവങ്ങളും വാർത്തെടുത്തത് ദൈവമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ആദ്യം മനസ്സിലാക്കുക. ഈ ജീവിതം ദൈവം ദാനമാണ് തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടത്തേക്ക് വിട്ടുകൊടുക്കുക. ഈ ഭൗതിക ജീവിതത്തിൽ സഹനങ്ങൾ ഒരുപാട് വരും. സാമ്പത്തിക ക്ലേശങ്ങൾ നമ്മൾ എത്രമാത്രം ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കൂടിക്കൊണ്ടിരിക്കും, സഹനങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത്? സാത്താൻ ഇഷ്ടപ്പെടുന്നില്ല. അവൻ്റെ മക്കളെ ദ്രോഹിക്കില്ലേ അധികം. കാരണം പിശാച് അവൻ്റെ മക്കളെ ദ്രോഹിക്കില്ല. കാരണം അവൻ്റെ മക്കളാണല്ലോ, പിന്നെ എന്തിനവൻ ദ്രോഹിക്കണം? അപ്പോൾ ദൈവമക്കളെ തെരഞ്ഞു പിടിച്ച് അവൻ ദ്രോഹിച്ചു കൊണ്ടിരിക്കും. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, ഔദ്യോഗിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. നമ്മൾ ചിന്തിച്ചിട്ട് പോലില്ലാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയും, പരദൂഷണങ്ങൾ കേൾക്കേണ്ടി വരും. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ഒരു ജീവിതത്തിലുണ്ട്. ഇതൊന്നും ഞാൻ വചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ, പ്രദൂഷണങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, മുറിവേൽക്കലുകൾ, എന്നും മുറിവേറ്റുകൾ മാത്രങ്ങളാണ്, സഹനങ്ങൾ മാത്രമാണ് ദിനം പ്രതി ഏറ്റുകൊണ്ടിരിക്കുന്നത്. അതെന്താ? ദൈവത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ സഹനങ്ങളും മുറിവുകളും സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണെന്ന തിരിച്ചറിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഹനങ്ങളിൽ കൂടെ പോകുമ്പോൾ, ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ കാരാഗ്രഹവും പീഡനമാണ് എന്നെ കാത്തിരിക്കുന്നത്. എല്ലാ നഗരങ്ങളിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പൗലോസ്ലീഹ പറയാണ്, എൻ്റെ ജീവൻ ഏതെങ്കിലും തരത്തിൽ വിലപ്പെട്ടതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, മറിച്ച് എൻ്റെ ആത്മരക്ഷയാണ് ഏറ്റവും വലുത് തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ല ഈശോയെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് ഊന്നിയ ഒരു ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.